ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടത് നമ്മുടെ രാജ്യം വിദേശ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ അടിച്ചമർത്തലിന് കീഴിൽ നരകയാതന അനുഭവിച്ചിരുന്ന, അടിമത്തം അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടത്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഗുപ്ത കാലഘട്ടം, മൗര്യ കാലഘട്ടം, ഇന്ത്യൻ സാമ്രാജ്യം വളരെ വിസ്തൃതമായി നിലനിന്നിരുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ആധുനികമായ ഒരു രാഷ്ട്രസങ്കല്പം സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിന്റെ തീച്ചുളയിൽ തിളച്ചുമറിഞ്ഞ് രൂപപ്പെട്ടതാണ്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഈ പ്രദേശം, വടക്കേ മലബാർ, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം അന്ന് കേരളം തന്നെ ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷമാണ് ഐക്യ കേരളം ഉണ്ടാകുന്നത്, 1956. ചരിത്രത്തിന്റെ വിശാല ഭൂമികയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പുരോഗമന ശക്തികൾ, പാർട്ടികൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഇവ സ്വന്തം സ്വാധീനവും ശക്തിയും മുഴുവൻ സമാഹരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചാൽ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ 40% മാത്രം, അതിന് താഴെ മാത്രം പിന്തുണയുള്ള BJPക്കും അതിന്റെ കൂട്ടാളികൾക്കും തിരിച്ചു വരാൻ കഴിയുകയില്ല. പരസ്പരം പല സ്ഥലങ്ങളിലും മത്സരിച്ച BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾക്കും അവർക്ക് ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശേഷി ഇന്ത്യൻ പാർലമെന്റിൽ കൈവരിക്കാൻ കഴിയും. പാട്യൻ രാജേട്ടനും എത്തി. എന്നാൽ 60% വരുന്ന വോട്ടർമാർ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ 60% ജനങ്ങൾ BJPക്കും അവരുടെ കൂട്ടാളികൾക്കും എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് മുഴുവൻ സമാഹരിക്കപ്പെട്ടാൽ നാം കണ്ടതുപോലെ BJPയുടെയും മോഡിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഡൽഹിയിൽ വരില്ല. മറിച്ച് BJP ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആഭാസകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. എന്താണത്? അത് ഒറ്റയ്ക്കും കൂട്ടായും തങ്ങൾക്കെതിരായ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ BJP പക്ഷത്തേക്ക് പേടിപ്പിച്ച് പിടിച്ചുകൊണ്ടുവരിക, നാട്ടിൽ ചട്ടമ്പികളും മാഫിയ സംഘങ്ങളും ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചുകൂടെ കൊണ്ടുവരിക. ഇതിന് കേന്ദ്രത്തിന്റെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളെ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ചിലർ രാഷ്ട്രീയ ഭാഗ്യാന്വേഷികൾ, ഇവർക്കാണ് തൽക്കാലം രാഷ്ട്രീയത്തിൽ മേൽക്കൈയുള്ളത് എന്ന് ധരിച്ചുകൊണ്ട് BJPയുടെ കൂടെ കൂടാനും തയ്യാറാവുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പാർട്ടിയെ പിളർന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ ഇവരടക്കാലത്ത് കൊണ്ടുവന്നു.
മഹാരാഷ്ട്രയിൽ BJPക്ക് പങ്കുള്ള ഗവൺമെന്റ് ആയിരുന്നില്ല, സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നില്ല നിലവിലുണ്ടായിരുന്നത്. ആ ഗവൺമെന്റിനെ കൊണ്ടുവന്നത് രണ്ടു പാർട്ടികളെ മഹാരാഷ്ട്രയിൽ BJP കേന്ദ്ര ഗവൺമെന്റിന്റെ സാമദാന ഭേദദണ്ഡ മുറകൾ ഉപയോഗിച്ചുകൊണ്ട് പിളർന്നു. ശിവസേനയെ പിളർന്നു, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെ പിളർന്നു. എന്നിട്ട് BJPയുടെ ഗവൺമെന്റ് അവിടെ കൊണ്ടുവന്നു. അപ്പം ഇത്തരം ആഭാസകരമായ സമ്പ്രദായങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദിയും BJPയും ഡൽഹിയിൽ ഭരണാധികാരം കൈക്കലാക്കുകയാണെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പോരാട്ട നാളുകളിൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യ എന്ന സങ്കല്പം, ആ സങ്കല്പത്തിൽ എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ അവകാശമുള്ള പൗരരായി എന്ന് ഞാൻ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും അതിനുണ്ട് എന്ന അർത്ഥത്തിലാണ്. പൗരന്മാർ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പൊ ചിലര് സാഹിത്യ പണ്ഡിതന്മാർ പൗരന്മാരും പൗരികളും എന്ന് പറയും. ാണ് പൗരരായി ജീവിക്കാം. രണ്ടും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ ഈ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? സംസ്ഥാനങ്ങളുടെ സ്വഭാവം മാറ്റുക, അത് യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റുക, സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റുക, ഈ കാര്യങ്ങളെല്ലാം പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് സംബന്ധിച്ച് ഏത് സംസ്ഥാനത്തിന്റെ അതിർത്തിയിലാണോ മാറ്റങ്ങൾ വരുത്തുന്നത്, ഏത് സംസ്ഥാനമാണോ യൂണിയൻ ടെറിട്ടറിയായി അഥവാ വിഭജിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയാണോ സംസ്ഥാനമായി മാറ്റപ്പെടുന്നത്, ഇതെല്ലാം ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ കൂടി ഒരു ചർച്ച നടത്തണം. അതിന് പ്രസിഡന്റ് റെഫർ ചെയ്യണം ആ നിയമസഭയിലേക്ക്. ഇപ്പോൾ സുപ്രീം കോടതി നരേന്ദ്രമോദിക്ക് വേണ്ടി നൽകിയ വിധി എന്ന് തന്നെ ഞാൻ പറയുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയെ ഞാൻ ചോദ്യം ചെയ്യാണ് കേട്ടോ. അപകടകരമായ വിധി. അങ്ങനെ സംസ്ഥാന നിയമസഭയിലൊന്നും ചർച്ച ചെയ്യാതെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ജമ്മു കാശ്മീർ നിയമസഭ പിരിച്ചുവിട്ടത് തുടങ്ങിയ ചരിത്രം വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. മുൻകൂട്ടി രാജ്യസഭയെ അറിയിക്കാതാണ് ജമ്മു കാശ്മീർ പ്രത്യേക പദവി എടുത്തു കളയുന്ന ഭേദഗതി അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അധികാരങ്ങൾ, വലുതും ചെറുതുമായ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടക്കുമ്പോൾ നിഷ്പക്ഷമായി നീതിപൂർവകമായി നടക്കണമല്ലോ. അതിലേറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പാലക്കാടുകാരനായിട്ടുള്ള TN ശേഷൻ. ഭരണകക്ഷിക്കൊന്നും വിധേയമാകാതെ സ്വതന്ത്രമായി ഞാനൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എക്സെൻട്രിസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചില പ്രത്യേകതകളൊക്കെ, പ്രത്യേക സ്വഭാവവിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, സ്വതന്ത്രമാണ് എന്ന് തെളിയിച്ചത് TN ശേഷനാണെന്നുള്ള ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. എങ്ങനെ വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ആളുകളെ തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്ത ഘട്ടത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, ഇതിലെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നമ്മൾ ഓർക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുപ്രീം കോടതി പറഞ്ഞു, ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയും തെരഞ്ഞെടുക്കാനുള്ള സമിതി, പ്രധാനമന്ത്രി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, 2, 3 സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. വളരെ
ന്യായമായ നീതിപൂർവകമായ ഒരു സംവിധാനം. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വിലയുണ്ട്. പ്രതിപക്ഷ നേതാവ് അവിടെയുണ്ട്. പ്രതിപക്ഷ നേതാവ് അഭിപ്രായങ്ങൾ പറയും. സാധാരണഗതിയിൽ വളരെ ഉയർന്ന സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെയാണ്, കഴിവ് തെളിയിച്ചവരെയാണ്. എന്നാൽ ചിലർ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരുണ്ടാവാം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും പ്രധാനമന്ത്രിക്കും വിനീത വിധേയനായി പ്രവർത്തിച്ചേക്കാമെന്ന് ശങ്കിക്കപ്പെടുന്നവരുണ്ടാവാം. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു ഒബ്ജക്ഷൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തോട് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസിന് ഒരഭിപ്രായം പറയാം. പ്രതിപക്ഷം ഇങ്ങനെ ശക്തമായ വിമർശനം പറഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, വേറൊരാളെ നോക്കിക്കൂടെ എന്ന് ചീഫ് ജസ്റ്റിസ് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് അത് പരിഗണിക്കേണ്ടി വരും. അത് ഓവർ റൂൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ജനാധിപത്യപരമായ ചർച്ചയിലൂടെ സാധാരണയിൽ ചീഫ് ജസ്റ്റിസായിരിക്കുന്നവർ പ്രധാനമന്ത്രിയുമായിട്ട് മുട്ടാൻ സാധാരണ പോകാറില്ല. എന്ത് ചെയ്തു? സുപ്രീം കോടതി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിശ്ചയിക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നു, പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടാവുന്നു, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരികയാണ്. നമ്മൾ ഓർക്കണം, അതിലെ വ്യവസ്ഥ എന്താ? സുപ്രീം കോടതി പറഞ്ഞതിനെ തള്ളുന്നു. ഇവരെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ പ്രധാനമന്ത്രി, പിന്നെ ക്യാബിനറ്റിന്റെ ഒരു പ്രതിനിധി, കേന്ദ്ര ക്യാബിനറ്റിന്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ നോമിനി. ഇപ്പൊ ഭൂരിപക്ഷമായി. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ട്. അങ്ങനെയുള്ള സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് പോയാൽ എന്താ ജോലി? അവിടെ വല്ല ചായയോ ബിസ്ക്കറ്റോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന് തിരിച്ചു പോകാം. വേറെ വല്ല ജോലിയോ എടുക്കാൻ പറ്റുമോ? പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർവിവാദമായ തരത്തിൽ നമ്മുടെ നാടിന് പൊതുവിൽ സ്വീകാര്യമായ വിധത്തിൽ, ന്യായമായ വിധത്തിൽ അത് രൂപീകരിക്കപ്പെടണമെന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം പറയുമ്പോൾ അതിനെടുത്ത് ചവറ്റുകൊട്ടയിലിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരം പ്രവർത്തികൾ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് നിർദ്ദേശം കൊടുക്കുന്ന RSS, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. നരേന്ദ്രമോദിയിലൂടെ ആരാണ് RSS? നിരോധിക്കപ്പെട്ട സംഘടന RSS. മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയായ RSSന്റെ നാഗ്പൂരിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളാണ് മർമ്മപ്രധാനങ്ങളായ വിഷയങ്ങളിലെല്ലാം നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മഹാത്മാഗാന്ധി വധവുമായി ശ്രീ നരേന്ദ്രമോദിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പലരും അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധി വധത്തിലെ 5ാമത്തെ പ്രതി സവർക്കർ, ആ സവർക്കറെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് സംസാരിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് ഈ ഘാതകർ പോയി മഹാത്മാഗാന്ധിയെ വധിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധി വധത്തിലെ പ്രതിയായിരുന്നു സവർക്കർ. എന്നാൽ സവർക്കർക്ക് ഗാന്ധി വധത്തിലുള്ള പങ്ക് സംശയരഹിതമായി തെളിയിക്കാൻ കഴിയാതെ പോകുമ്പോൾ ചിലർ വിടുമല്ലോ. അങ്ങനെ മാത്രം വിടപ്പെട്ടയാളാണ്, വിചാരണയ്ക്ക് വിധേയനായാണ് സവർക്കർ. അപ്പൊ മോഡിയുമായിട്ട് എന്താ ബന്ധം? എന്റെ ഗുരുനാഥനാണ് സവർക്കർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ, നിയമവാഴ്ചയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾ അത് ഞാൻ എണ്ണി പറയുന്നില്ല, ഒരുപാട് സമയമെടുക്കേണ്ടി വരും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്, ഗൃഹസന്ദർശനം നടത്തുന്നവരാണ്, കുടുംബയോഗങ്ങൾ നടത്തുന്നവരാണ്. നമുക്ക് എണ്ണി ഇന്നാട്ടിലെ ജനതയെ ബോധ്യപ്പെടുത്താൻ കഴിയണം എങ്ങനെയാണ് RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ അവർക്ക് തിരിച്ചടികൾ കിട്ടും. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള നഗ്നമായ കയ്യേറ്റങ്ങളാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. ഇന്ത്യയിൽ സാധാരണക്കാരായ തൊഴിലാളികൾ, കർഷകർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, ദരിദ്ര ജനവിഭാഗങ്ങൾ, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നടപടികൾ കൈക്കൊള്ളുന്ന ബദൽ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന
ജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. RSSന്റെയും BJPയുടെയും കണ്ണിലെ കരടാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF ഗവൺമെന്റ്. അതുകൊണ്ട് മര്യാദയില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അവകാശപ്പെട്ട പണം കേന്ദ്രം തരേണ്ടത്, നികുതി പ്രധാന ഭാഗം കേന്ദ്രമാണല്ലോ പിരിച്ചുകൊണ്ട് പോകുന്നത്, അതിന്റെ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണം. അത് തീരുമാനിക്കാനാണ് ധനകാര്യ കമ്മീഷൻ. ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ അനുസരിച്ച് രൂപവൽക്കരിക്കപ്പെടുന്ന ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ കയ്യേറുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിൽ സാമ്പത്തികമായി കേരളത്തിന്റെ കഴുത്തുഞെരിക്കുന്ന സമീപനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈക്കൊണ്ടപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അസാധാരണമായൊരു തീരുമാനമാണ്. കേരളത്തിൽ ജനങ്ങളിലേക്ക് എത്തി. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ജനങ്ങളുമായി സംവദിച്ചു, ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങൾ പറയുന്നത് കേട്ടു, ജനങ്ങളുടെ ദുഃഖവും ദുരിതവും അവർ നേരിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഡൽഹിയിൽ സമരം നടത്തിയത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള മുതലുള്ള നേതാക്കൾ അവിടെ വന്ന് പങ്കെടുത്തു. അതിന്റെ ഒരു ഘട്ടമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസിന് പോയത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഈ പ്രശ്നം കോടതിക്ക് പുറത്തു വെച്ച് നിങ്ങളൊന്ന് സംസാരിച്ച് തീർക്കാൻ നോക്കൂ മര്യാദയ്ക്ക് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേരളം തയ്യാറാണെന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോ ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ചർച്ചയ്ക്ക് വന്നവരെന്താ പറഞ്ഞതെന്നറിയാമോ? ഇപ്പൊ അത് കുറച്ച് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ ശരിയാണ്, ഞങ്ങള് ഇപ്പൊ എടുക്കുന്ന ഈ കടുംപിടുത്തമൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ അവകാശപ്പെട്ട ചിലത് തരാം, പക്ഷെ തരണമെങ്കിൽ നിങ്ങൾ ഈ കേസങ്ങ് പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. കേരളം പറഞ്ഞു, അല്ല, കേസ് മുന്നോട്ട് പോകണം. കാര്യം നിങ്ങളുടെയൊക്കെ നിലപാടും കേരളം പറയുന്നതും തമ്മിൽ ഏതാണ് ശരിയെന്നുള്ളത് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കട്ടെ. സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്നു. സുപ്രീം കോടതി പറഞ്ഞു, കേരളം അതിന്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ സുപ്രീം കോടതിയിൽ വരാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 131 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ 131 വകുപ്പ് പറയുന്നത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നാ ഭരണഘടന പറയുന്നത്. 131 വകുപ്പ്. കേരള ഗവൺമെന്റിന്റെ വക്കീൽ ചൂണ്ടിക്കാണിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സുപ്രീം കോടതി പലപ്പോഴും മോഡിയെയും കൂട്ടരെയും സഹായിക്കുന്ന നിലപാടാണ് എടുത്തു പോരാറുള്ളതെങ്കിലും അത് നമ്മൾ തുറന്നു പറയുകയും രാജ്യത്തു ചർച്ചയാവുകയും സുപ്രീം കോടതിയും ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മുമ്പിൽ തലനിവർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത ദയനീയാവസ്ഥയിലാണോ എന്ന് ചർച്ച രാജ്യത്ത് നടക്കുന്നത് നമുക്ക് മാനഹാനിയാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി സ്വന്തം വിശ്വാസ്യത വീണ്ടെടുക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചില വിധികൾ പുറപ്പെടുവിക്കുന്നു. ഇക്കാര്യത്തിൽ സംഭവിച്ച അതാണ്. കേരളം ആവശ്യപ്പെട്ടതിന്റെ ഒരു ഭാഗം അംഗീകരിച്ചുകൊണ്ട് 16,308 കോടി, എന്തായാലും ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കി ശ്വാസം മുട്ടിക്കാൻ നാണമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നീങ്ങുന്നു. ഡൽഹി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം ഞാൻ സമാപിപ്പിക്കാം. ഡൽഹിയിൽ അസംബ്ലിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അല്ലേ? പക്ഷെ ഡൽഹിയിലെ ഭൂമിയുടെ മേൽ ഡൽഹി ഗവൺമെന്റ് അധികാരമില്ല. അത് കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ഡൽഹി പോലീസ് അങ്ങനെ ചെയ്തു എന്നെല്ലാം നമ്മൾ കാണും.
ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടിയ ഗുസ്തി താരങ്ങൾ, അവരെ മാനഭംഗപ്പെടുത്തിയ, അവരെ ആക്രമിച്ച BJP-കാരനായ MP ഗുസ്തി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നേരെ കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡൽഹി പോലീസ് രാജ്യത്തിന് മെഡൽ നേടിയ വനിതാ കായിക താരങ്ങളെ ആക്രമിച്ചു. അപ്പൊ ചിലര് ഈ കേജ്രിവാളിന്റെ പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമിത്ഷായുടെ പോലീസാണ് ഡൽഹിയിലുള്ള പോലീസ്. അപ്പൊ പോലീസും ഭൂമിയും കേന്ദ്രത്തിന്റെ പിടിയിലാണ് ഡൽഹിയിലും. ഡൽഹി ഗവൺമെന്റിന് വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ, ഡൽഹി ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ സ്ഥലം മാറ്റുകയും അവരെ ഡൽഹി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടികൾ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹിയിൽ പിന്തുടരാൻ തുടങ്ങി. വളരെ വിചിത്രമായൊരു സ്ഥിതിവിശേഷമാണ്. നമ്മുടെ കേരളത്തിലെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടാൽ അതിന്റെ ഒരു 10 മടങ്ങ് കൂടുതൽ ഡൽഹി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ തയ്യാറായപ്പോൾ ഡൽഹി ഗവൺമെന്റും സുപ്രീം കോടതിയിൽ പോയി. ഡൽഹി ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, ഡൽഹി ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർ ഡൽഹി ഗവൺമെന്റിന്റെ അച്ചടക്കത്തിന് കീഴിലാണോ കേന്ദ്ര ഗവൺമെന്റിന്റെ അച്ചടക്കത്തിന് കീഴിലാണോ എന്ന ചോദ്യമുണ്ടായി. സുപ്രീം കോടതി എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. പോലീസ് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലാണ്, ഭൂമി ഡൽഹിയിലുള്ളത് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹി ഗവൺമെന്റിന്റെ, കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളുമാണ് പാലിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരികയാണ്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ ജീവനക്കാരുമായി ക്യാപിറ്റൽ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പേരിട്ടുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കിയ നിയമ ഭേദഗതി എന്താണെന്ന് അറിയുമോ? സുപ്രീം കോടതി എന്തു പറഞ്ഞോ അത് അസാധുവാക്കുവാനും ഡൽഹിയിലെ കേജ്രിവാൾ ഗവൺമെന്റിന്റെ കീഴിൽ കേജ്രിവാൾ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ വേണം പാലിക്കാൻ എന്ന് ഭേദഗതി കൊണ്ടുവന്നു പാർലമെന്റിൽ. ചുരുക്കത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ നിർവചിക്കുന്നത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾ ചേർന്ന യൂണിയനാണ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്നു എങ്കിൽ സംസ്ഥാനങ്ങൾ ആവശ്യമില്ല എന്ന മട്ടിൽ, കേന്ദ്ര ഗവൺമെന്റ് മാത്രം മതി എന്ന മട്ടിൽ രാജ്യത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഭരണം. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഓർമ്മ നമുക്കെല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥികളായിരുന്നു. രാജ്യത്തിന്റെ വാ മൂടിക്കെട്ടിയ അടിയന്തരാവസ്ഥ. ഇതുപോലെ പരസ്യമായ യോഗങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും നടത്താൻ കഴിയാത്ത അടിയന്തരാവസ്ഥ. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടപ്പാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ. അതുകൊണ്ട് 1977 തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ 2024 തെരഞ്ഞെടുപ്പിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന പ്രഖ്യാപനമാണ് വോട്ടെടുപ്പിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴക്കേണ്ടത് എന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ നാം തിരിച്ചറിയുകയും അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യണം.
ഈ തിരഞ്ഞെടുപ്പിൽ നാം ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നരേന്ദ്രമോദി എങ്ങനെ ജനങ്ങളെ ഏറ്റവും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു കാര്യങ്ങൾ. 2014 നരേന്ദ്രമോദി പറഞ്ഞത്, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് കുത്തിച്ചോർത്തി കൊണ്ടുപോയി സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചത് മുഴുവൻ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടുവരും. അത് ഈ രാജ്യത്തിലെ ഓരോരുത്തരുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. എത്രയാണ് പറഞ്ഞത്? എത്ര ലക്ഷം വരുമെന്നാണെന്ന് പറഞ്ഞത്? 15 ലക്ഷം. BJP പ്രവർത്തകരുടെ വല്ലതും ബാങ്ക് അക്കൗണ്ടിലെ 15 ലക്ഷം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ, ഒരു വർഷം 2 കോടി തൊഴിൽ പറഞ്ഞു. എല്ലാം ഞാൻ പറയുന്നില്ല, ഇതെല്ലാം നമ്മൾ എടുക്കണം. മറന്നുപോയിരിക്കേണ്ട ഒരു കാര്യമാണ്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഞാൻ താഴ്ത്തിക്കൊണ്ടുവരും. ഡോളറിന്റെ വില, ഇത് പറയുമ്പോൾ എത്രയായിരുന്നു? $1 60 രൂപയായിരുന്നു വില. അത് 40 ആക്കി കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ $1 വില? 83 രൂപയായി മാറിയിരിക്കുന്നു. അന്നത്തെ 60 83 ആയിരിക്കുന്നു. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ, ഇത് പറയുക, ജനങ്ങളെ ഇളക്കുക. തൊഴിലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇവിടെ തുടരുന്നത്. ചെറുപ്പക്കാർക്കിടയിൽ 25% പേർക്കും തൊഴിലില്ല. തൊഴിലുകൾ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത നിലയായിരിക്കുന്നു. തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ, തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ കാലത്ത് പോരാടി നേടിയ തൊഴിലെടുക്കുന്നവരുടെ സംഘടിക്കാനും അവകാശങ്ങൾ ചോദിക്കാനുമുള്ള അവകാശം എടുത്തു കളഞ്ഞിരിക്കുന്നു. കർഷകർക്കെതിരായും ഇതുപോലെ 3 കർഷക ദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നു. നരേന്ദ്രമോദി ആരും പറയുന്നത് കേൾക്കാതെ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എല്ലാം എതിരായി നിയമനിർമ്മാണങ്ങളും നടപടികളുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മൾ ഇന്നോർത്ത് ഒരു പരിധിവരെ ആവേശം കൊള്ളേണ്ട ഒരു കാര്യം, ഉത്തരേന്ത്യയിലെ കൃഷിക്കാർ നടത്തിയ ഒരു ഡൽഹി ഉപരോധ സമരമുണ്ടായിരുന്നു. ഈ കർഷക വിരുദ്ധമായ 3 നിയമങ്ങളും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾ നീണ്ടുനിന്ന സമരം, ഡൽഹിയിലേക്കുള്ള പാതകൾ ഉപരോധിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വടക്കൻ യുപിയിൽ നിന്നും ഹരിയാനയിൽ നിന്നുമെല്ലാമുള്ള കൃഷിക്കാർ ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ കിസാൻ സഭയുടെ നേതാവായ സഖാവ് ഹനൻമുള്ള, അന്ന് രാജ്യസഭാ അംഗം കൂടിയായ സഖാവ് KK രാഗേഷ്, സഖാവ് കൃഷ്ണപ്രസാദ്, സഖാവ് വിജു കൃഷ്ണൻ, ഇവരെല്ലാം ഉണ്ടായിരുന്നു. കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ. ചുരുക്കത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് ആ സമ്മേളനത്തിൽ വെച്ച് നരേന്ദ്രമോദിക്ക് ഈ 3 കർഷക ദ്രോഹ നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു, അല്ലേ? അപ്പൊ പോരാട്ടങ്ങളിലൂടെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷെ ആ ബില്ലുകൾ പിൻവലിച്ചെങ്കിലും കർഷകരുന്നയിച്ച ആവശ്യം, കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ വരുന്ന ചെലവ്, അതിന്റെ 50%, ആ ചെലവും 50% താങ്ങുവിലയായി നൽകണമെന്നുള്ള ആവശ്യം ഇപ്പോഴും നരേന്ദ്രമോദി നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ വോട്ടർമാരിൽ വലിയൊരു ഭാഗം വരുന്ന കാർഷിക മേഖലയിലെ കൃഷിക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ രണ്ടാമത്, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ജയിച്ച അധികാരത്തിൽ വന്നാൽ കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കി മാറ്റും. പറഞ്ഞില്ലേ നരേന്ദ്രമോദി? ഇപ്പോൾ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങിയിരിക്കുന്നു.
നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ കൃഷിക്കാരുടെ ആത്മഹത്യകൾ പെരുകിയിരിക്കുന്നു. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ മരണങ്ങൾ എന്തുകൊണ്ടുണ്ടായി ഇതിന്റെ എല്ലാം റിപ്പോർട്ട് സൂക്ഷിക്കുന്ന അഖിലേന്ത്യാ സംവിധാനം അവരുടെ കണക്കനുസരിച്ച് ഓരോ ദിവസവും ഇന്ത്യയിൽ 30 കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ യോഗ നടപടികൾ ആരംഭിച്ച് 1 മണിക്കൂറാകാൻ പോകുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് KK ശൈലജ ടീച്ചർ കടന്നു വരികയാണ്. സഖാവിനെ ഇങ്ങോട്ട് കടന്നു വരാൻ അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്ഥലം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ 24 മണിക്കൂറിൽ 30 കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 1 കൂടുതൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പം യോഗം തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. എവിടെയോ ഒരു കൃഷിക്കാരൻ മരിച്ചു എന്നുള്ളത് ദുഃഖത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ കൃഷിക്കാരുടെ ആത്മഹത്യയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വിലക്കയറ്റത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ നരേന്ദ്രമോദി ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, കർഷകരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ, ഓരോ വിഷയത്തിലും എങ്ങനെയാണ് നരേന്ദ്രമോദി യാതൊരു ലജ്ജയും കുറ്റബോധവുമില്ലാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചത് എന്നത് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കറിയാം, ലോക്സഭയിൽ ഭൂരിപക്ഷം നേടിയപ്പോഴും രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഷ്ടിച്ച് കൂട്ടാളികളെയൊക്കെ ചേർത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാർലമെന്റിൽ ജനാധിപത്യപരമായ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടായാൽ അത് തനിക്ക് പ്രശ്നമാകും എന്നുള്ള മട്ടിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനെ നിർവീര്യമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് ഗുരു ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറാണ്. 1933 ഹിറ്റ്ലർ ചാൻസലറായി. ചാൻസലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിയായി. അധികാരമേറ്റപ്പോൾ അവിടുത്തെ പാർലമെന്റ് സംവിധാനത്തിൽ ഹിറ്റ്ലർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ചുരുക്കി മാത്രം പറഞ്ഞാൽ, ജർമ്മൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഹിറ്റ്ലറുടെ വിമർശകരുണ്ടായിരുന്നു. ഇവരെ കൂട്ടത്തോടുകൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ ഏകാധിപത്യപരമായ നിയമങ്ങൾ ജർമ്മനിയിലെ അടിമ പാർലമെന്റിനെ കൊണ്ട് തന്നെ വിമർശിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നവർ മാത്രമുള്ള പാർലമെന്റിനെ കൊണ്ട് ഹിറ്റ്ലർക്ക് എന്ത് ഉത്തരവുകളും പുറപ്പെടുവിച്ച് അത് നിയമമാക്കി മാറ്റാം എന്ന സാഹചര്യം സൃഷ്ടിച്ചത് ജർമ്മനിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോ 19 നിയമങ്ങൾ പാർലമെന്റിൽ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നരേന്ദ്രമോദി പാസാക്കിയെടുത്തത് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ? രാജ്യസഭയിലെയും ലോക്സഭയിലെയും 144 അംഗങ്ങളെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, പാർലമെന്റിന് പുറത്താക്കിക്കൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ അംഗബലം സ്വന്തം ഭരണകൂട അധികാരം ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കുറച്ചു. ഹിറ്റ്ലറുടെ മാതൃകയിൽ നരേന്ദ്രമോദി ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങൾ അതേപടി പകർത്തുകയല്ല, എന്നാൽ അതിൽ നിന്നും ആവശ്യമുള്ളത് സൗകര്യപൂർവ്വം എടുത്തുപയോഗിച്ചുകൊണ്ടാണ് സ്വന്തം സ്വേച്ഛാധിപത്യ വാഴ്ച ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലൊന്ന് മാത്രം പറയാം.
UAPA എന്ന് പറയുന്ന സ്വേച്ഛാധിപത്യപരമായ ഒരു നിയമം, അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് UAPAയുടെ പൂർണ്ണരൂപം. യഥാർത്ഥത്തിൽ അട്ടർലി അതോറിറ്റേറിയൻ ആൻഡ് പെർനീഷ്യസ് ആക്ട് എന്നാണ് UAPA വിപുലീകരിക്കുന്നത്. അതിനെ തുടർന്ന് NIA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അതൊരു കാടൻ നിയമമാണ്. ആ NIA നിയമം പാർലമെന്റിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള UDFന്റെ MP-മാർ എന്ത് നിലപാടെടുത്തിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരേ ഒരു അംഗം അന്ന്, പിന്നീട് നമുക്ക് ചാഴിക്കാടൻ കൂടി നമ്മുടെ ഭാഗത്തേക്ക് വന്നു. അന്ന് ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമാണ് കേരളത്തിൽ നിന്ന് NIA കരിനിയമത്തിനെതിരായി ലോക്സഭയിൽ സംസാരിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ 4.25 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം കൃഷിക്കാരെ ദ്രോഹിക്കുന്ന, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന, തൊഴിലില്ലാത്ത യുവാക്കളെ ദ്രോഹിക്കുന്ന, സ്വേച്ഛാധിപത്യപരമായ അധികാരങ്ങൾ സ്വന്തം കൈകളിലേക്ക് കുന്നുകൂട്ടുന്ന, സംസ്ഥാനങ്ങളുടെ ന്യായമായ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന നയങ്ങൾ, അതാണ് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ. ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്, ഡൽഹിയിലെ പ്രൊഫസർ സായിബാബ എന്ന ശാരീരികമായി അവശതകളുള്ള ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തെ 2014 അറസ്റ്റ് ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റ്, ഭീകരവാദികളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. 10 വർഷം ശാരീരിക അവശതയുള്ള ഈ പ്രൊഫസർ ജയിലിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീകരവാദ കുറ്റത്തിനൊന്നും തെളിവില്ല, അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരിച്ചു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭരണത്തിൽ വധിക്കപ്പെട്ട വന്ധ്യവയോധികൻ എന്ന നിലയിൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഓർമ്മ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാവണം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ. അപ്പം അഖിലേന്ത്യാ തലത്തിൽ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, ഈ വിശാലമായ കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ 60% വരുന്നവർ, അവർക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ഗവൺമെന്റിനെ മാറ്റി ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റിനെ കൊണ്ടുവരാൻ സാധിക്കും. ആ ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. എന്നാൽ നമുക്കറിയുന്നത് പോലെ ഈ വിശാലമായ രാഷ്ട്രീയമായ കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടുണ്ട്. DMKയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും CPIM-ഉം CPI-യും മുസ്ലിം ലീഗും മറ്റു പാർട്ടികളുമെല്ലാം അവിടെ സഹകരിക്കുന്നുണ്ട്. BJP-യും AIADMKയും ഒരുമിച്ചായിരുന്നു, അവരിപ്പോൾ പിരിഞ്ഞിട്ടുണ്ട്. എന്നാലും അവർ തമ്മിൽ ചില അടിയിലൂടെ ചില ധാരണകൾ ഉണ്ടായേക്കും എന്ന വാർത്തകളുണ്ട്. അപ്പൊ തമിഴ്നാട് BJP-ക്കെതിരായി ഉറച്ച നിലപാടെടുക്കും. അവിടുത്തെ ഒരു സീറ്റ് പോലും BJP-ക്ക് കിട്ടുകയില്ല എന്ന് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉയർന്നു വരുന്നുണ്ട്. ബീഹാറിൽ അത്തരം ഒരു കൂട്ടുകെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ കാലുമാറ്റത്തിലുള്ള അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ മെയ്വഴക്കം ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് BJP കേന്ദ്ര ഗവൺമെന്റ് ഭീഷണിക്ക് വിധേയനായി അദ്ദേഹം തിരിച്ച് BJP പാളയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അതിനുശേഷം പാറ്റ്നയിൽ ഗാന്ധി മൈതാനിൽ നടത്തിയ ബഹുജന റാലി നമ്മൾ കേരളത്തിലുള്ളവർ പത്രത്തിലെ ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട്. മഹാറാലിയാണ്. അതിൽ ലല്ലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ,
അതിന്റെ വലിയ തോതിലുള്ള അണിനിരത്തിലുണ്ടായി. CPIM-ന്റെയും CPI-യുടെയും CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ദിവാങ്കർ ഭട്ടാചാര്യയുടെ ഇടതുപക്ഷ പാർട്ടി, നല്ല സ്വാധീനം ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് ബീഹാറിലുണ്ട്. ഈ മൂന്ന് പാർട്ടികളുടെയും 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത വലിയ റാലി, ബീഹാറിൽ നിന്നും BJP-ക്കും നിതീഷ് കുമാറിനും അധികം സീറ്റുകൾ കിട്ടുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. അപ്പൊ 400-ലധികം സീറ്റുകളിൽ 543 ലോക്സഭാ സീറ്റുകൾ ഉള്ളതിൽ 400-ലധികം സീറ്റുകളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് വെല്ലുവിളി മുഴക്കിക്കൊണ്ട് ഒരു മതേതര ഗവൺമെന്റ് രൂപവൽക്കരിക്കപ്പെടാനുള്ള നല്ല സാധ്യത ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി 5-8 മിനിറ്റ് മാത്രം എടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളം നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമായിട്ട് ഇവിടെയുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായ കോൺഗ്രസും UDF-ഉം അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ പരസ്പരം സഹകരിക്കാനുള്ള സാധ്യത കേരളത്തിലെ വസ്തുനിഷ്ഠ രാഷ്ട്രീയ സാഹചര്യത്തിലില്ല. BJP ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്മജ വേണുഗോപാലിനെ പോലുള്ളവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആദർശ ധീരൻ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ശ്രീമാൻ AK ആന്റണിയുടെ മകൻ എന്താന്റണിയാണ്? അനിൽ ആന്റണി BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം BJP-യും കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന സ്വഭാവം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ കുത്തിത്തിരിപ്പുകളിൽ ഒത്തുചേർന്ന് നീങ്ങുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഷയത്തിലും ഇവർ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു. സുപ്രീം കോടതി ഇപ്പോൾ കേരളത്തിന്റെ ധനകാര്യ അവകാശങ്ങളെ കേന്ദ്രം വളരെ നീതിയും ന്യായവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നതിൽ ഇടപെട്ട് കേരളത്തിന് താൽക്കാലികമായ ഒരു ആശ്വാസം, കേരളത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഒരു ആശ്വാസം ഉണ്ടായപ്പോൾ എന്താണ് കോൺഗ്രസിന്റെയും BJP-യുടെയും ഇതിനോടുള്ള പ്രതികരണം? കേരളത്തെ അവഗണിക്കുന്നു കേന്ദ്രമെന്ന് പറയുമ്പോൾ BJP-യും UDF-ഉം ഒരേ സ്വരത്തിലല്ലേ സംസാരിക്കുന്നത്? കേരളത്തിൽ നിന്ന് 18 UDF-ന്റെ MP-മാർ കേരളത്തിന്റെ പൊതുവായ എന്തെങ്കിലും ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുക എന്നുള്ളത് LDF-ന് വേണ്ടിയിട്ടുള്ളൊരു വാദമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളിൽ ഒരു ഭാഗം UDF-ന്റെ അനുകൂലികളാണ്. കേരളത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾക്ക് നേരെ കേന്ദ്രം കയ്യേറ്റം നടത്തിയാൽ അതുമൂലം കേരളത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് LDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല അനുഭവിക്കേണ്ടത്, UDF-ന്റെ പ്രവർത്തകരും അനുഭവിക്കണം. BJP-യുടെ കുറച്ച് അനുഭാവികളും പ്രവർത്തകരും കേരളത്തിലുണ്ട്, അവർക്കും അനുഭവിക്കണം. പക്ഷെ ഇതൊന്നും അവരെ ബാധിച്ചിട്ടില്ല. അവർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വഴിയായാലും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മല സീതാരാമന്റെ തെറ്റായ ഇടപെടലുകൾ വഴിയായാലും കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന മനോഭാവമല്ലേ കോൺഗ്രസുകാരും UDF-കാരും BJP-ക്കാരും ഒരേപോലെ പിന്തുടർന്നിട്ടുള്ളത്? ഇത് മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ
BJP ഉന്നയിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള നടപടികൾ, ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, ഇതിനെ എതിർക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക ബദൽ നയം കോൺഗ്രസിനുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതാവായ VM സുധീരൻ അദ്ദേഹം ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിക്കുകയുണ്ടായി. എന്താണ് ആ വിഷയം? അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തർക്കം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ ആഴ്ചകളോളം കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ട്? CPIM-ന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, സീതാറാം യെച്ചൂരി പറഞ്ഞു, ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരിമാർ ചെയ്യേണ്ടതാണ്. അവിടെ പ്രധാനമന്ത്രിയും മറ്റും പോകുന്നത് തന്നെ ആഭാസകരമാണ്. ഞങ്ങൾ ആ ക്ഷണം സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ആരാധന വ്യക്തിപരമായ ഒരു വിഷയമാണ്. പള്ളിയിൽ പോണോ, മസ്ജിദിൽ പോണോ, രാമക്ഷേത്രത്തിൽ പോണോ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോണോ എന്നുള്ളത് ഇത് CPM വിശദീകരിച്ചിട്ടുള്ളതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് VM സുധീരൻ പറഞ്ഞത്, ക്ഷണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഉപേക്ഷിക്കണമായിരുന്നു. മതേതരത്വത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ശരിയായൊരു നിലപാട് സമീപകാലത്ത് എടുക്കാൻ കഴിയുന്നില്ല. മതേതരത്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കോൺഗ്രസിന് ശരിയായ നിലപാടെടുക്കാൻ കഴിയാത്തത്, സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും കോൺഗ്രസിന് ശരിയായ സമീപനം എടുക്കാൻ കഴിയുന്നില്ല. ജനദ്രോഹ സാമ്പത്തിക നയങ്ങൾ BJP ഗവൺമെന്റ് പിന്തുടരുമ്പോൾ, കോൺഗ്രസ് അതിനെ വിമർശിക്കുമ്പോൾ BJP നേതാക്കന്മാർ പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ BJP ഗവൺമെന്റ് പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിന്റെ നരസിംഹറാവു തുടങ്ങി വെച്ചത് നടപ്പാക്കിയതുമാണ്. അപ്പൊ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഒരു വേർതിരിവ് കാണാനില്ല എന്ന് KPCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്ന ചോദ്യത്തിനുള്ള മറുപടി, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ BJP അപകടകരമായ നയസമീപനം പിന്തുടരുമ്പോൾ അതിൽ നിന്നും വേർതിരിഞ്ഞ വ്യത്യസ്തമായൊരു നയസമീപനം കോൺഗ്രസിന് പിന്തുടരാൻ കഴിയുന്നില്ല. വ്യത്യസ്തമായൊരു സമീപനം പിന്തുടരാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. വ്യത്യസ്തമായ സമീപനം കോൺഗ്രസിനും BJP-ക്കും തമ്മിൽ പിന്തുടരാൻ കഴിയാത്തതിന്റെ വേറെ വലിയൊരു അപകടമുണ്ട്. എന്താണ് അപകടം? ഏതു സമയത്തും ഏത് കോൺഗ്രസ് നേതാവിനും BJP ആയിട്ട് മാറാം. ഇന്നിപ്പോ രാവിലെ പത്മജ വേണുഗോപാല് BJP ആയിട്ട് മാറിയപ്പോൾ അതിൽ അസ്വാഭാവികമായിട്ട് നാട്ടിലധികം ആളൊന്നും കാണുന്നില്ല. അതിനു മുമ്പ് അനിൽ ആന്റണി BJP ആയി മാറിയപ്പോൾ അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ മറന്നുപോകരുത്, ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ BJP അംഗങ്ങളായിരിക്കുന്നവരിൽ 110-ലധികം BJP MP-മാർ തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നവരാണ്. മണിപ്പൂർ എന്ന് പറയുമ്പോൾ ഒഴുകുന്ന രക്തവും ചൊരിയുന്ന കണ്ണുനീരുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇല്ലേ? കണ്ണുനീരും ചോരയും ഒഴുക്കുന്ന ഒരു സംസ്ഥാനം മണിപ്പൂർ. ആ മണിപ്പൂരിനെ രക്തവും കണ്ണുനീരും ഒഴുകുന്ന ഒരു നാടാക്കി മാറ്റിയതിന് അവിടുത്തെ മുഖ്യമന്ത്രി ബിരൻ സിംഗ് പ്രധാനപ്പെട്ട കുറ്റവാളിയാണ്. പക്ഷെ അദ്ദേഹം തുടരുകയാണ്, ആ പദവി തുടരുകയാണ്. ആ മണിപ്പൂരിന്റെ ദുരവസ്ഥയ്ക്ക്, ദുഃഖസങ്കുലമായ സ്ഥിതിക്ക് കാരണക്കാരനായ ബിരൻ സിംഗ് എന്ന BJP മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ്
കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആസാമിലെ BJPയുടെ മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വ ശർമ്മ. ആരാണ് ഈ ഹേമന്ത് ബിശ്വ ശർമ്മ? ആസാമിലെ BJP മുഖ്യമന്ത്രി. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ്? അശോക് ചവാനുണ്ട്, എണ്ണിയാൽ തീരില്ല. നമ്മുടെ കേരളത്തിന്റെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ. അങ്ങനെ എത്ര പേർ. ND തിവാരി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. പേരുകൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് തന്നെ ഓർക്കാം. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പ്രയാസമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ പലരും മാറിയിട്ടാണ് BJP നേതാക്കന്മാരായി മാറുന്നത്. ഇവിടെ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം നേരത്തെ കണ്ടല്ലോ, വോട്ടു ചെയ്തവരിൽ 40% BJPക്കും കൂട്ടാളികൾക്കുമുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ 60% BJP വിരുദ്ധരാണ്. ആ വോട്ട് മുഴുവൻ ഒരുമിച്ച് ചേർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിച്ചാൽ പാർലമെന്റിലെ മോഡിയുടെയും BJPയുടെയും ഭൂരിപക്ഷം പോകും. പക്ഷേ നരേന്ദ്രമോദി നിയോഗിച്ച ദ്രൗപദി മുർമു പ്രസിഡന്റായിട്ടിരിക്കുന്നു. നരേന്ദ്രമോദി രാജി കൊടുക്കുന്നതിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അവസാനത്തെ അടവ് പയറ്റിയെന്ന് വരും. നരേന്ദ്രമോദിയും കൂട്ടരും അവരുടെ ഭൂരിപക്ഷം പാർലമെന്റിൽ നഷ്ടപ്പെട്ടാലും അവർ പാർലമെന്റിൽ കുറേയധികം MP-മാർ അവരുടെ കൂടെ ഉണ്ടാവാം. ആ ഘട്ടത്തിൽ നരേന്ദ്രമോദി എടുക്കാനിടയുള്ള സമീപനം എന്താണ്? അവർ മധ്യപ്രദേശിൽ അവർക്ക് ഭൂരിപക്ഷം പോയപ്പോൾ MLA-മാരെ വാങ്ങി ഗവൺമെന്റ് ഉണ്ടാക്കി. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് മുമ്പ് തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യപ്രദേശിൽ കമൽനാഥിന്റെ ഗവൺമെന്റാണ് ആദ്യം വന്നത്. MLA-മാരെ വാങ്ങിയിട്ട് BJP ഗവൺമെന്റ് വന്നു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിശാല സഖ്യമാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ശിവസേനയെ പിളർന്ന് ശരത് പവാറിന്റെ പാർട്ടിയെ പിളർന്ന് അവിടെ മഹാരാഷ്ട്രയിൽ BJP ഗവൺമെന്റ് ഉണ്ടാക്കി. ഗോവയിൽ എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കി? അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എല്ലാ MLA-മാരുമായി മൊത്തക്കച്ചവടമാണ് BJPയിലേക്ക് പോയത്. ഇവരുടെ എല്ലാം പേര് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതാണ് ഇവരുടെ പ്രവർത്തന ശൈലി എന്നിരിക്കെ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPയും കൂട്ടരും ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ കൊണ്ട് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ കഴിയുന്ന ഭൗതിക സാഹചര്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പക്ഷേ ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും നഷ്ടപ്പെട്ടാലും അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൂട്ടായും MLA-മാരെ വാങ്ങി പിടിച്ചു നിന്നതുപോലെ പാർലമെന്റിൽ പിടിച്ചു നിൽക്കാൻ, ലോക്സഭയിൽ പിടിച്ചു നിൽക്കാൻ, അഴിമതി രാഷ്ട്രീയത്തിലൂടെ, കുതിരക്കച്ചവടത്തിലൂടെ തന്റെ ഭരണത്തിൽ തുടർന്നും മുന്നോട്ടു പോകാൻ നരേന്ദ്രമോദി ശ്രമിക്കാൻ സാധ്യതയുള്ളപ്പോൾ വിൽക്കപ്പെടാൻ സാധ്യതയുള്ള MP-മാർ കേരളത്തിൽ നിന്നെങ്കിലും പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. അതാണ് കേരളത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ പങ്ക്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് ദാണ്ട തൊട്ടപ്പുറമുള്ള ശൈലജ ടീച്ചറുടെ നാട്ടുകാരിയായിട്ടുള്ള K. സുധാകരനാണ്. കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് MP ഒരു തെക്കൻ ജില്ലയിൽ K. സുധാകരനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കേട്ടു. എനിക്കത് കാണാൻ പറ്റും. ശരിയാണോ? അത് ഞാൻ കേട്ടത് ശരിയാണ്. അപ്പൊ ഇവര് തമ്മിൽ BJPയുടെ പ്രസിഡന്റും KPCC പ്രസിഡന്റും തമ്മിൽ ഉള്ള വ്യത്യാസം ഇങ്ങനെ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ലോക്സഭാ അംഗത്തിന്റെ ദൃഷ്ടിയിൽ അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ? ഞാൻ ഓർക്കുന്നുണ്ട്, കുറെ നാൾ മുമ്പ് K. സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ എല്ലാം ആർക്കൈവ്സിൽ ഈ പല സൂക്ഷിച്ചു വെക്കേണ്ട പല ഭാഗങ്ങളും ഇവർ ഷൂട്ട് ചെയ്തവര് സൂക്ഷിച്ചു വെച്ചിരിക്കും. അതിലുണ്ടാവും. K. സുധാകരൻ
കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുമോ? ഈ പത്മജ ചെയ്തതുപോലെയും അനിൽ ആന്റണി ചെയ്തതുപോലെയും ചെയ്യുമോ എന്നൊരു ചോദ്യം ഉയർന്നപ്പോ കെ സുധാകരൻ ടെലിവിഷൻ ചാനലുകൾ പറയുന്നതാണ്. എന്താ പറയുന്നത്? പലരും എന്നോട് സംസാരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ എന്നെ വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഉണ്ട്. അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ BJP ചേരണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളാരാ അത് ചോദിക്കാൻ? ഞാനല്ലേ ചെയ്യേണ്ടത്? എനിക്കിഷ്ടപ്പെട്ടതല്ലേ ഞാൻ ചെയ്യുക. ഞാനീ പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ നിങ്ങൾ കേട്ടുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടുണ്ടോ? ഇത് അല്ലെ, ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യപരമായിട്ട് ഇടപെടാം. ബാക്കിയൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞത് സഖാവ് പറഞ്ഞത് ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞയാളാണ് KPCC പ്രസിഡന്റ്. അങ്ങനെ പറഞ്ഞ KPCC പ്രസിഡന്റ് കീഴിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ വളരെ പ്രമുഖയായ ഒരു വ്യക്തിത്വമാണ് ശ്രീമതി പത്മജ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ്. പത്മജ വേണുഗോപാൽ എന്താണ് ചിന്തിച്ചിട്ടുണ്ടായെന്ന് എനിക്കറിഞ്ഞില്ല. സുധാകരൻ ചേട്ടൻ ഒരുപക്ഷെ ചെയ്തേക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യം ഞാനിപ്പോ അങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. വിലയ്ക്ക് വാങ്ങപ്പെടാത്ത MP-മാരെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇരട്ടയക്കം MP-മാരുണ്ടായിരിക്കും. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട് ഇരട്ടയക്കം MP-മാർ BJP-ക്ക് കേരളത്തിൽ നിന്ന് കിട്ടില്ല. മറ്റു വിധത്തിൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇരട്ടയക്കം MP-മാരുണ്ടാവും. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണോ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ മതേതര പാരമ്പര്യം നമുക്ക് ആസൂക്ഷിക്കാൻ കഴിയണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഇതിനെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് താരതമ്യമില്ലാത്ത വിധം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരവമുള്ള ദുസ്സഹമായ ദാരിദ്ര്യം ബാധിച്ചവരാരുമില്ലാത്ത ഒരു സംസ്ഥാനമായി, കടുത്ത ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ്, അത് നടന്നുകൂടാ. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് കേരളത്തെ സാമ്പത്തികമായി കേരളത്തിന്റെ കഴുത്തു ഞെരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ മുന്നേറ്റം, അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന ചുട്ട മറുപടി കൂടിയാകണം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട്. അത് 2004 ഒരു നല്ല ഉദാഹരണമാണ്. 2 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ജയിച്ചു. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്താന്ന് എനിക്കറിയാം. 2 സീറ്റ് ഒഴികെ മാത്രം എന്തിനാണ് ജയിക്കുന്നത്? ആ 2 സീറ്റ് എന്താ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ, കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ, ഇന്ത്യയുടെ ഭാവിയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് നാം വോട്ട് ചെയ്യേണ്ടത്, വടകര മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുക. ഞാനിപ്പോ ഈ വിശദീകരിച്ച കാരണങ്ങളൊന്നും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നമ്മളിപ്പോൾ കണ്ട ഈ കാര്യങ്ങളൊന്നും നിലവിലില്ല. അത് ഉള്ള കാര്യം ഇല്ല എന്നതിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ എനിക്ക് മറുപടിയില്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഈ കാരണങ്ങളൊന്നും ഇല്ല എന്ന് സങ്കല്പിച്ചിട്ട് ഇവരെ ഇങ്ങനെ മത്സരിക്കുകയാണ്. ശൈലജ ടീച്ചർ മത്സരിക്കുന്നു. ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടില്ല UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്. വടകരയിലെ ജനങ്ങൾക്ക് സഖാവ് KK ശൈലജ ടീച്ചർക്കല്ലാതെ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ ന്യായീകരണങ്ങളെല്ലാം ഉണ്ട്. അഥവാ അതില്ലെങ്കിൽ സഖാവ് ശൈലജ ടീച്ചറെ പോലൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ
പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് വോട്ടവകാശം എന്ന് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശൈലജ ടീച്ചറെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഈ നാടിനറിയാവുന്ന വ്യക്തിയാണ്. ഈ നാടിന് മാത്രമല്ല, നാടിനെ പുറത്തും അറിയാം. അതുകൊണ്ടാണ് ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാക്സസെ അവാർഡ് ശൈലജ ടീച്ചർക്ക് കൊടുക്കാൻ അതിന്റെ കമ്മിറ്റി തീരുമാനിച്ചത്. പക്ഷേ ശൈലജ ടീച്ചർ അങ്ങനെ അവാർഡുകൾ വളരെ പ്രഖ്യാതമായ അവാർഡാണ്. പക്ഷെ പാർട്ടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഞങ്ങളോടെല്ലാം ആലോചിച്ചു, പാർട്ടിയോട് ആലോചിച്ചു, സംസ്ഥാന കമ്മിറ്റിയോടും പോളിറ്റ് ബ്യൂറോയോടും ആലോചിച്ചു. എന്നിട്ട് സഖാവ് പറഞ്ഞു, ഇത് കേരളത്തിൽ നമ്മൾ നിപ്പ വൈറസിനെ എതിർത്തു, കോവിഡിനെതിരായിട്ട് സമരം ചെയ്തു, കേരളത്തിലെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തി. അത് 2006 ഗവൺമെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു, ശൈലജ ടീച്ചറുടെ മുൻഗാമി. ശ്രീമതി ടീച്ചറിന്റെ കാലത്തും ആരോഗ്യരംഗത്ത് നല്ല പ്രവർത്തനം നടന്നിരുന്നു. അതിന് ഞങ്ങൾ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ അതൊരു ടീം ചെയ്തതല്ലേ. അപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുന്നത് ശരിയാണോ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ശൈലജ ടീച്ചർ പറഞ്ഞപ്പോ പാർട്ടി പറഞ്ഞു അതാണ് അഭിപ്രായമെങ്കിൽ അത് പറഞ്ഞാൽ അവർക്ക് എഴുതിക്കുള്ളൂ. ഇതാണ് ഉത്തമയായ ഒരു പൊതുപ്രവർത്തക, ഉത്തമയായ ഒരു കമ്മ്യൂണിസ്റ്റ്. വലിയ വലിയ ആൾ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഭാരതരത്നം കിട്ടിയല്ലോ അടുത്ത കാലത്ത്. അത് ഭാരതരത്നവും മോഡി കച്ചവടമാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തെ സ്വാധീനിക്കാൻ. കർപ്പൂരി ഠാക്കൂറിന് കൊടുത്തത് ബീഹാറിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. നരസിംഹറാവുവിന് കൊടുത്തത് പള്ളി പൊളിക്കുന്നതിനുള്ള ഒത്താശ ചെയ്ത് കൊടുത്തത് പ്രധാനമന്ത്രിയായിരുന്നിട്ട് നരസിംഹറാവുവാണ്, ബാബറി മസ്ജിദ് പൊളിക്കാൻ. അതുകൊണ്ടാണ് നരസിംഹറാവുവിന് കൊടുത്തത്. പിന്നെ പള്ളി പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്ത് അദ്വാനിക്കും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ചരൺ സിംഗിന് കൊടുത്തു, അല്ലേ? അങ്ങനെ ഈ ഭാരതരത്നത്തിന്റെ വില കളയുന്ന ഒരു പ്രവൃത്തിയാണ് നരേന്ദ്രമോദി ഇപ്പൊ ചെയ്തതെങ്കിൽ ഇത്രയധികം ഭാരതരത്നങ്ങൾ ഒരുമിച്ച് കൊടുക്കില്ല. പക്ഷെ കൊടുത്ത കൂട്ടത്തിൽ ഒരാൾക്ക് പൂർണ്ണമായ അർഹതയുള്ള ഒരാൾ കൊടുത്തു. ആർക്കാത്? MS സ്വാമിനാഥന്. അദ്ദേഹം മലയാളിയാണ്, മങ്കൊമ്പുകാരനാണ്. അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ചെയ്യേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ കൃഷിച്ചെലവും അതിന്റെ 50% കൃഷിക്കാർക്ക് താങ്ങുവിലയായിട്ട് കൊടുക്കാൻ തയ്യാറാണമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിന്റെ കുറ്റബോധം കൊണ്ടുകൂടിയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മായ്ച്ചു കളയാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പലർക്കും കൊടുത്ത കൂട്ടത്തിൽ MS സ്വാമിനാഥനും കൊടുത്തു. അത് ഞാനിവിടെ പറയാൻ കാരണം, മാക്സസെ അവാർഡ് കിട്ടിയവരുടെ കൂട്ടത്തിലുള്ള ഇന്ത്യക്കാരനും മലയാളിയുമാണ് MS സ്വാമിനാഥൻ. അതുകൊണ്ട് വളരെ പ്രഗത്ഭരായ പലരും വാങ്ങിയിട്ടുള്ള പുരസ്കാരം മാക്സസെ അവാർഡ്. ടീച്ചർ പറഞ്ഞു ഞങ്ങൾ കൂട്ടായി നടത്തിയ പ്രവർത്തനമാണ്, അതെനിക്ക് വ്യക്തിപരമായി തരുന്നത് ശരിയല്ല എന്നറിയിച്ചു. പക്ഷേ മാക്സസെ അവാർഡ് നിഷേധിച്ചു എന്ന മഹത്വം കൂടി പരിഗണിച്ചുകൊണ്ട് മൂല്യങ്ങളിൽ വിശ്വാസമുള്ള വടകരയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ വോട്ടറും സഖാവ് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യണം. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു സമരം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവിൽ. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവിടെ ഇരിക്കുന്നവർക്ക് നടത്താൻ കഴിയും. എങ്ങനെ? നിങ്ങളുടെ പരിചയക്കാരും ബന്ധുക്കളും ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അവരോട് പറയണം പന്ന്യന് ജയിക്കാൻ വേണ്ട പ്രവർത്തനം നിങ്ങൾ നടത്തണം തിരുവനന്തപുരത്ത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പലരോടും, ഇല്ലേ? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നില്ല, ശരിയാണല്ലോ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, മറ്റേയാളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്താണല്ലോ. അപ്പൊ തിരുവനന്തപുരത്തുണ്ടാവും നിങ്ങളുടെ പരിചയക്കാർ, ആറ്റിങ്ങലുണ്ടാവും പരിചയക്കാർ. അപ്പൊ സഖാവ് ജോയിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ട ഉണ്ടാവും പരിചയക്കാർ. അപ്പൊ ഡോക്ടർ തോമസ് ഐസക്കാണ് അതിപ്രഗത്ഭനായ നമ്മുടെ ധനകാര്യമന്ത്രിയായ പ്രവർത്തി. അങ്ങനെ ഓരോ മണ്ഡലത്തിന്റെയും പേര് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഓരോ സീറ്റിലെയും പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സംഭാവന നൽകാൻ കഴിയും. ഇത് വലിയൊരു പോരാട്ടമാണ്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഭാവി തലമുറകൾ ഒരു മതേതര ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കണം. കച്ചവട രാഷ്ട്രീയത്തിന് വിരാമമിടണം. ആ കച്ചവട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ആവിഷ്കാരം അതാണ് ഇലക്ടറൽ ബോണ്ട്. എന്താ ഇലക്ടറൽ ബോണ്ട്? അതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, ഒരുപക്ഷെ ഇനി സംസാരിക്കുന്നവർ പറയും. പക്ഷെ നമ്മൾ വിശദീകരിക്കണം. നരേന്ദ്രമോദി കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകളിൽ 1-ാം നമ്പറാണ് ഇലക്ടറൽ ബോണ്ട്. വൻകിട കുത്തകകൾ അവർ രഹസ്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കോഴ കൊടുക്കുക, അതാണ് ചുരുക്കി പറഞ്ഞ ഇലക്ടറൽ ബോണ്ട്. ഇപ്പൊ ബോഫേഴ്സ്, കോൺഗ്രസ്
രാജീവ് ഗാന്ധിയുടെ കാലത്ത് വാങ്ങിയത് അത് 60 കോടി രൂപയാണ്. ബോഫോഴ്സ് കോഴ അല്ലേ? നമ്മൾ ഇളക്കിമറിച്ച, രാജ്യത്തെ ഇളക്കിമറിച്ചതാണ് ബോഫോഴ്സ് കോഴ. ഈ ഇലക്ട്രൽ ബോണ്ട് കോഴ എത്ര രൂപയാണ് BJP അതിലൂടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കി ഇലക്ട്രൽ ബോണ്ട്. അതിലൂടെ BJPക്ക് കിട്ടിയ എത്ര? 6000 കോടിയിലധികമാണ്. കൃത്യമായ സംഖ്യ ഞാൻ പറയുന്നില്ല, 6000 കോടിയിലധികമാണ്. അപ്പൊ എത്ര ബോഫേഴ്സ് ആണ് ഈ ഇലക്ട്രൽ ബോണ്ട്? നിങ്ങൾ കണക്കൂട്ടി കണ്ടുപിടിച്ചോ. BJP 6000 കോടി വാങ്ങിയപ്പോ നമ്മുടെ മുരളീധരന്റെയും ചെന്നിത്തലയുടെയും സുധാകരന്റെയും ഒക്കെ പാർട്ടി കോൺഗ്രസ് 1000 കോടിയിലധികം വാങ്ങി ഇലക്ട്രൽ ബോണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായി ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമപോരാട്ടം നടത്തി വിജയിച്ചതിൽ CPIM, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള പാർട്ടിയായ CPIM ഉണ്ട് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. പിന്നെ മാധ്യമങ്ങൾ ഇപ്പൊ മോഡിയുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് എല്ലാം വിധി സുപ്രീം കോടതിയുടെ വന്നു കഴിഞ്ഞപ്പോ കേരളത്തിലെ പ്രമുഖമായ ഒരു ടെലിവിഷൻ ചാനൽ അവർ വാർത്തയിൽ പറയുകയാണ്, ഈ ഇലക്ട്രൽ ബോണ്ടിലെ പണം മാർക്സിസ്റ്റ് പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ അന്വേഷിച്ചപ്പോ ശരിയാണ്. ഒരു മലയാളം ടെലിവിഷൻ ചാനൽ പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട പത്രവും അവർ നടത്തുന്നുണ്ട്. പച്ചക്കള്ളമാണ്. ഒരു നയാ പൈസ ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും CPIM വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരായ തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്തായി ശൈലജ ടീച്ചറെ വിജയിപ്പിച്ചുകൊണ്ട് വടകരയിലെ ജനങ്ങൾ നടത്തുന്ന വലിയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം, മൂല്യരാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതായി ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ സമ്മതിദാനാവകാശം മാറ്റണം എന്ന് വടകരയിലെ ഓരോ വോട്ടറോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലൂടെ ഓരോ വീട്ടിലും കടന്നിരുന്ന് അവരോട് സംസാരിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ ക്ഷമാപൂർവം കേട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയത്തെ സംശുദ്ധമാക്കാനുള്ള വലിയൊരു പോരാട്ടമായി കൂടി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ ടീച്ചർ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അവരെ ക്ഷണിക്കും. വേദിയിലെ ബഹുമാന്യരെ, അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്ഥാനാർത്ഥിക്ക് പ്രസംഗിക്കാൻ പാടില്ല എന്നാണ് ഇവരോട് പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നേ ഇല്ല. ഒരു പര്യടന പരിപാടിയുടെ ഇടയിൽ ചില സ്ഥാപനങ്ങളെല്ലാം സന്ദർശിക്കുന്നതിനിടയിലാണ് ഇവിടെ വന്നു ചേർന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വടകരയിലെ ജനങ്ങളുടെ മനസ്സ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്താ സംഭവിച്ചത്, 1-2 തെരഞ്ഞെടുപ്പുകളിൽ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. അത് ഈ കേന്ദ്രത്തിൽ BJP വിരുദ്ധ ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കുറേ ആളുകൾ അവിടെ BJP ബദലായിട്ട് കോൺഗ്രസ് വരുമോ എന്ന് പ്രതീക്ഷിച്ചു. കോൺഗ്രസ്സുകാരും പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുക ഞങ്ങളെയാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ അവിടെ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അത്ര സീറ്റ് കിട്ടില്ലല്ലോ എന്നാണ് ചിലർ കരുതിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് MP-മാർ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടു. ഞങ്ങളിത് തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞതായിരുന്നു. കോൺഗ്രസ് എല്ലായിടത്തും തകർന്നു പോയി എന്നുള്ളത് ഞങ്ങളുടെ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടല്ല. കോൺഗ്രസിൻ്റെ നയം എന്തായിരുന്നു എന്ന് സഖാവ് MA ബേബി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന സമീപനം എന്താണ്? ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുകയല്ല, നമ്മുടെ ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ ഐക്യവും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തുകയല്ല.
ജനാധിപത്യത്തെ, മതേതരത്വത്തെ BJP ഗവൺമെന്റ് തകർക്കുമ്പോൾ അരേ അക്ഷരം മിണ്ടാതെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ MP-മാർ നിൽക്കുന്നു എങ്കിൽ നമുക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുക? ജനങ്ങൾ പറയുന്നു തെറ്റിപ്പോയി കഴിഞ്ഞ തവണ. ഇത്തവണ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വിവിധ ജനാധിപത്യ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കുറേയേറെ സീറ്റുകൾ സമാഹരിക്കും. കോൺഗ്രസിന് ആ കൂട്ടത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ പോലും കഴിയാത്തത്ര ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ 20 MP-മാർ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോവുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി അതിശക്തമായി വാദിക്കാൻ ശക്തമായൊരു ബ്ലോക്കായി അവിടെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാടിനെ സ്നേഹിക്കുന്നവർ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവർ ഒറ്റക്കെട്ടായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഇടതുപക്ഷത്തെ അയക്കണം. 20 പേരെയും അയച്ചാൽ അത്രയും കരുത്ത് നമുക്കവിടെ കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് എന്ന്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും കേരളത്തിൻ്റെ അവകാശത്തിനു വേണ്ടിയും വാദിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായി ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യമാണ് ജനതയോട് പറയാനുള്ളത്. രണ്ടാമത്തത് ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ്. കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, വ്യാവസായിക രംഗത്ത് വളർച്ച നേടേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം പ്രശ്നങ്ങളുണ്ട്. വിജയിച്ചു കഴിഞ്ഞ് MP ആയാൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി കൂടിയാലോചിച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകളായി എല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് എന്തൊക്കെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിന് വേണ്ടി നമുക്ക് കൂട്ടായിട്ട് ചെയ്യാൻ സാധിക്കും, ആ കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യാൻ പരിശ്രമിക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്കിവിടെ വമ്പിച്ചൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ആ വിജയം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഓരോ വോട്ടറെയും കണ്ട് നമുക്ക് വോട്ട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ LDFന്റെ ഓരോ പ്രവർത്തകരും സ്ഥാനാർത്ഥിയാണ്. എല്ലാ വീട്ടിലും അവർ കയറി ചെല്ലുന്നു. LDFന്റെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ആ വിജയത്തിന് വേണ്ടി എല്ലാ വോട്ടർമാരെയും കണ്ടാൽ ജനങ്ങൾ നമ്മളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. വടകരയിൽ നല്ല ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിക്കാം. ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.